തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ച മാതൃക സ്വീകരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നതിനെ തുടർന്നാണ് തീരുമാനം. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിയമ നടപടിയോട് യോജിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണമെന്നാണ് സർക്കാർ മുൻകൈയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഒരു പൊതുവികാരമായി ഉണർന്നു വന്നത്. SIR-നെ ചോദ്യം ചെയ്ത DMK സുപ്രീം കോടതിയെ സമീപിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ സമീപനം സ്വീകരിച്ചത്. സർക്കാരും നിയമ നടപടിയോട് യോജിച്ചതോടെ അത് യോഗത്തിന്റെ തന്നെ ഒരു പൊതു തീരുമാനമായി മാറുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യുവാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002-ലെ പട്ടിക അടിസ്ഥാനമാക്കി SIR നടപ്പാക്കുവാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും യോഗത്തെ അറിയിച്ചു. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് ഇതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. എന്തായാലും നിയമോപദേശം ലഭിച്ച ശേഷം നിയമ നടപടി തുടങ്ങാനാണ് സർക്കാർ തലത്തിലെ ഇപ്പോഴത്തെ ധാരണ. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.